ഹേ ഗായ്സ്, ദിസ് ഇസ് ബെസ്റ്റ് കാർപിക്സ്. നമുക്കറിയാം ഏകദേശം 2 മാസമായിട്ട് JSW ഇന്ത്യയിൽ ഒരു പുതിയ വണ്ടി ഇറക്കുന്നതിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. ആൻഡ് MGയുടെ ഒരു കൊളാബറേഷൻ, അതായത് MGയുടെ കുറച്ച് സ്റ്റേക്ക് ഓൾറെഡി JSW വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതുമായിട്ട് കൊളാഷ് ആവാത്ത രീതിയിലാണ് അവർ ഈ വണ്ടി ഇറക്കാൻ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പം നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഈ വണ്ടിയുടെ ഒരു ടീസർ അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. ഓൾറെഡി വണ്ടി ഏതാണ് എന്നുള്ള കാര്യത്തിൽ കുറച്ച് സ്പെക്കുലേഷൻസ് ഉണ്ടായിരുന്നു. കാരണം അവർ ഡീലർ കോൺഫറൻസിലോ പ്രസ് കോൺഫറൻസിലോ എന്തോ ഒരു സംഭവത്തിൽ പറഞ്ഞായിരുന്നു അത്യാവശ്യം വലിയ വണ്ടിയാണ്. പിന്നെ ചൈനീസ് റൂട്ട്സ് നമുക്ക് ഓൾറെഡി കൺഫേം ആയിരുന്നു. കാരണം ചെറിയുടെ വണ്ടിയാണ് അവർ ഇറക്കാൻ ഉദ്ദേശിച്ചത്. ചെറിയുടെ തന്നെ ജെറ്റോർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ ജെറ്റോർ T2 IDM എന്ന് പറഞ്ഞ മോഡലാണ് നമുക്കിവിടെ വരാൻ പോകുന്നത്. പക്ഷേ ഇവർ കാണിച്ചിരിക്കുന്ന ടീസേഴ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്കിത് കൺഫേം ചെയ്യാൻ പറ്റും. കാരണം ലൈറ്റ്സും സാധനങ്ങളും പിന്നെ മൊത്തത്തിലുള്ളൊരു സിലബറ്റ് എല്ലാം ഏകദേശം സിമിലർ ആണ്. ഇവരതിനകത്ത് എന്തായാലും ടീസറിൽ കൊടുത്തിരിക്കുന്ന ദ ഫ്യൂച്ചർ ഇസ് കോളിംഗ്, വിൽ യു ജോയിൻ ദ ഡ്രൈവ് എന്നാണ്. അതായത് ഇവർ ഡീലേഴ്സ് നെറ്റ്വർക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാനായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ പരസ്യം കൊടുത്തിരിക്കുന്നത്. ആർക്കെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ ഡീലർഷിപ്പ് നെറ്റ്വർക്ക് ഏറ്റെടുത്ത് നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ മൊത്തത്തിലുള്ളൊരു വൈറ്റ് നെറ്റ്വർക്ക് ആക്കാൻ ഇപ്പം നിലവിൽ അവർക്ക് നെറ്റ്വർക്ക് ഒന്നും വരുന്നില്ല. MGയുടെ ഹെൽപ്പ് അവർക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കിട്ടും. കാരണം MGയുടെ ഡീലേഴ്സിൻ്റെ കൂടെ തന്നെ ഈ വണ്ടി വിട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു ഇതായിരിക്കും. ഇപ്പോൾ പണ്ട് ടാറ്റയും അതുപോലെ ഫിയറ്റും ചെയ്തിട്ടുണ്ട്, പിന്നെന്താ റെനോ നിസാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ കുറേ കമ്പനികൾ ഇങ്ങനെ ഒരേ ഷോറൂമിൽ തന്നെ 2 വണ്ടികളൊക്കെ ഇട്ട് വിൽക്കാൻ നോക്കിയിട്ടുണ്ട് പണ്ട്. അത് അത്ര സക്സസ്ഫുൾ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇപ്പോഴും നമ്മുടെ സെറ്ററും ജീപ്പും ഒക്കെ ഒരുമിച്ച് ഇടയ്ക്ക് കിടക്കുന്ന കാണാറുണ്ട്. എനിവേ അങ്ങനത്തെ ഒരു പരിപാടി അവർക്ക് പിടിക്കാം. അതിൻ്റെ കൂടെ JSWൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡീലേഴ്സ് നോക്കാം. സോ അതിനുവേണ്ടിയായിരിക്കും ഇപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നത്. പക്ഷേ ഏതായാലും വണ്ടി കാണാൻ ഇതുപോലിരിക്കും. ഒരു പക്ക ഡിഫൻഡറിൻ്റെ മിനി വേർഷൻ എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഇതിന് നല്ല സൈസ് ഉണ്ട്. 4.7 മീറ്റർ 4.8 മീറ്റേഴ്സിനടുത്ത് ലെങ്ത് ഉണ്ട്. 4785 mm ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഈവൻ ബാക്കി വിട്ടൊക്കെ ആണെങ്കിൽ പോലും പക്ക കറക്റ്റ് 2 മീറ്റേഴ്സാണ്. അതുപോലെ നമ്മുടെ വീൽ ബേസ് 2.8 മീറ്റേഴ്സ് വരുന്നുണ്ട്. ഹൈറ്റും 1.9 മീറ്റേഴ്സിൻ്റെ കുറച്ച് താഴത്തായിട്ടാണ് നിൽക്കുന്നത്. സോ ഓവറോൾ ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ വണ്ടി വളരെ വലുതാണ്. ഇപ്പോൾ നമ്മുടെ മിഡിൽ ഈസ്റ്റ് അങ്ങനത്തെ അതായത് UAE രാജ്യങ്ങളിലൊക്കെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. ആൻഡ് അവിടെ ഡിഫൻഡറിൻ്റെ ഒരു ചെറിയ രൂപം അല്ലെങ്കിൽ ഡിഫൻഡറിൻ്റെ ഒരു കോപ്പി, ചൈനീസ് കോപ്പി എന്നാണ് നമ്മൾ നോർമലി പറയുക. പക്ഷേ ഒരു കോപ്പി എന്ന് പറയുമ്പോൾ അതിന് പണ്ടത്തെ ചൈനീസ് വണ്ടികളുടെ കോപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിമിറ്റേഷൻസ് ആണ്. ക്വാളിറ്റി ഭയങ്കര കോംപ്രമൈസ്ഡ്, ടെക്നോളജി എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യാൻ നോക്കും, പക്ഷെ ഒന്നും നടക്കില്ല. അങ്ങനത്തെ പോലത്തെ വണ്ടികളായിരുന്നു. ഈ വണ്ടിയുടെ എക്സാമ്പിൾ പക്ഷേ കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് അവർ മാക്സിമം എന്തൊക്കെ നന്നായിട്ട് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UAEയിലേക്ക് ഈ വണ്ടി വളരെ പോപ്പുലർ ആയിട്ടുള്ളത്. ചെറിയുടെ കൊളാബറേഷനിലാണ് നമ്മുടെ JSW വണ്ടി ഇവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ വണ്ടി പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണെന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കും വരാം. അല്ലാതെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ജസ്റ്റ് കാണാം. ഈ വണ്ടി പോയത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മാർക്കറ്റിലായിട്ടാണ് വരുന്നത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന ഫോട്ടോസ് എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും. പക്ഷേ ഇത് ആസ് സച്ച് ഇതുപോലെ അവർ ഇവിടെ കൊണ്ടെടുത്തിടാനല്ല ഉദ്ദേശിക്കുന്നത്. ഇവരുടെ മഹാരാഷ്ട്രയിൽ ഒരു പുതിയ പ്ലാന്റ് അവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് JSW. അവിടെ ഈ വണ്ടി ആദ്യം അസംബിൾ ചെയ്യും, അതിനുശേഷം പിന്നെ പതുക്കെ മാക്സിമം മറ്റേ ലോക്കൽ ഓപ്പറേഷൻസ് എല്ലാം തുടങ്ങും എന്നാണ് പറയുന്നത്. ഇവർക്കിപ്പോൾ നിലവിൽ കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇവിടെ തന്നെ എല്ലാം കൂടെ അസംബിൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാ പാർട്സും ഇവിടെ നിന്ന് തന്നെ സോഴ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് പാർട്സ് ചൈനയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അവരുടെ വിൻഷീൽഡ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു പ്രശ്നം. അതായത് നമുക്ക് ചൈനയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സംഭവങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് 2020 മുതൽ. സോ ആ ഒരു ഗവൺമെൻറ് ലോയുടെ അണ്ടറിൽ അവർക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഹോമോലൊക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഡിലേയിലാണ് ഇപ്പം നിലവിലവരുള്ളത്. പക്ഷേ ഈ ഡിലേ ഒക്കെ ഇതിന് മുന്നേ റിപ്പോർട്ട്സ് വന്നതാണ്. ഏകദേശം 2 ആഴ്ച മുന്നേ ഡിലേയുടെ കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ നമുക്കിപ്പം പരസ്യം വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ്. സോ അവർ മാക്സിമം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും വണ്ടിയുടെ ഇൻറ്റീരിയർ എടുക്കുകയാണെങ്കിലും നമുക്ക് നല്ല പക്ക ഒരു റഗഡ് ഫീലാണ് മൊത്തത്തിൽ ഒരു ക്യാബിനിലൊക്കെ കൊടുത്തിരിക്കുന്നത്. സീറ്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഡാഷ്ബോർഡിൽ ഈവൻ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ പോലും ആക്ച്വലി നല്ലതാണ്. നമ്മളിപ്പോൾ ഡിഫൻഡറിൻ്റെ കോപ്പി എന്നൊക്കെ പറയുമെങ്കിലും ഒരു കോപ്പി വണ്ടിയിൽ കാണുന്ന പോലത്തെ ഒരു ക്വാളിറ്റി അല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും നമുക്ക് അത്യാവശ്യം സോഫ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ഉള്ള ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഹാർഡ് വെയറിംഗ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ചുമ്മാ മറ്റേ പെട്ടെന്ന് മെൽറ്റായി പോകുന്ന പൊട്ടിപ്പോകുന്ന അങ്ങനത്തെ ടൈപ്പ് പ്ലാസ്റ്റിക്സ് അല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്ക് വേണ്ടി എന്തൊക്കെ ചേഞ്ചസ് വരുത്തണോ അതെല്ലാം വരുത്തിട്ട്, എന്ന് വെച്ചാൽ ഡിസൈനിൻ്റെ കാര്യത്തിലായിക്കോട്ടെ. ഇപ്പോൾ ഈ വണ്ടിയുടെ പേര് ജെറ്റോർ T2 IDM എന്നാണ്. ആ പേരിൽ അവരെന്തായാലും ഈ വണ്ടി ഇന്ത്യയിൽ കൊണ്ട് ഇറക്കാൻ പോകുന്നില്ല. എന്ത് പേരാണ് കമ്പനിക്ക് ഇടാൻ പോകുന്നത് നമുക്ക് ആക്ച്വലി അറിയില്ല. JSW മോട്ടോഴ്സ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതും ഇനി JSWൻ്റെ വേറെ എന്തെങ്കിലും വെഞ്ചറായിട്ട് വരുമോ അതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി വരും. പക്ഷേ എന്തായാലും പേര് വേറെ ആയിരിക്കും. ഈ പേരിൽ വണ്ടി വരില്ല. കാരണം T2 എന്ന് പറഞ്ഞൊരു വണ്ടിക്കൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ ആൾക്കാരായിരിക്കും T2 അതെന്തെന്ന്. അപ്പോൾ കുറച്ചും കൂടി നമുക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ നമുക്കൊക്കെ ഒന്ന് മനസ്സിലിരിക്കുന്ന പോലത്തെ ഒരു പേരായിരിക്കണം ഒരു ആദ്യത്തെ വണ്ടി ആയതുകൊണ്ട് ഇടേണ്ടത്.
പിന്നെ അതിന് പുറമെ നമുക്കിപ്പോൾ ഗ്രില്ല് ബമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെറിയ മൈനർ ആയിട്ടുള്ള ഡിഫറൻസ് കാണാം. ഈവൻ ഇൻറ്റീരിയർ അവർ ഉപയോഗിക്കുന്ന കളർ കോമ്പിനേഷൻസ്, പിന്നെ എന്തായാലും വണ്ടി റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും. അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഡെഫിനറ്റ്ലി. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്കിവിടെ എന്തൊക്കെയാണോ വേണ്ടത്, അപ്പോൾ അവിടുത്തെ മാർക്കറ്റ്സിന് വേണ്ട കുറച്ച് ഫീച്ചേഴ്സിൻ്റെ അകത്ത് എക്സ്ട്രാ ഉണ്ടാവും. അത് നമുക്കിവിടെ ആവശ്യമേ ഉണ്ടാവില്ല. സോ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അത് ഡയറക്റ്റ് വണ്ടി അവിടെ നിന്ന് ഇവിടെ കൊണ്ട് CPU പോലെ ഇമ്പോർട്ട് ചെയ്തിടുന്നതിലും നമുക്ക് മാറ്റാൻ പറ്റുന്ന ചേഞ്ചസ് ആണ് അതൊക്കെ. അതായത് ഇവിടെ തന്നെ മാക്സിമം ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ CKD ആയിട്ട് അസംബിൾ ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത്. സോ അതൊക്കെ നോക്കിയിട്ട് തന്നെ ആയിരിക്കും അവർ വണ്ടി ഇറക്കാൻ പോകുന്നത്. ഇനി നമുക്ക് പ്ലഗ് ഇൻ ഹൈബ്രിഡിനെ പറ്റി സംസാരിക്കും. കാരണം ഇന്ത്യയിൽ നമുക്ക് വളരെ ലീസ്റ്റ് കൺസേൺഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അധികം ഓഫറിങ്സേ ഇല്ല എന്ന് പറയാൻ പറ്റുന്നൊരു സെഗ്മെൻറ്റാണ് PHEVസിൻ്റെ. അതും ഉള്ള വണ്ടികൾ തന്നെ 1 കോടിക്ക് മുകളിലാണുള്ളത്. അതിന് താഴത്തെ ഒരു PHEV ഞാൻ കണ്ടിട്ടില്ല. XC90 ഉണ്ട് വോൾവോയുടെ, പിന്നെ BMW XM ഉണ്ട്, പിന്നെന്താ ഉള്ളത്, അങ്ങനെ കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വണ്ടികളേ ഉള്ളൂ. നമുക്കല്ലാണ്ട് ഈ ഒരു ബഡ്ജറ്റിൽ ഒറ്റ വണ്ടിയുമില്ല. പിന്നെ ഈ ഒരു പ്രൈസ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇനീഷ്യലി ഒരു 40 lakhsനടുത്തൊക്കെ ആയിട്ടായിരിക്കണം അവർ ഇത് ടാർഗറ്റ് ചെയ്യേണ്ടത്. കാരണം ഇത്രയും സൈസുള്ള വണ്ടിയാണ്. ഓൾമോസ്റ്റ് ഡിഫൻഡറിൻ്റെ ഒരു മിനി ലുക്ക് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രൈസിലിട്ടാലും മിക്കവാറും ആൾക്കാർ വാങ്ങേണ്ടതാണ്. പിന്നെ നമുക്ക് അഗൈൻ ആ പ്രൈസിൽ PHEV ഇല്ല എന്നുള്ളൊരു സംഭവം. MG ഓൾറെഡി പുതിയ മജസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അതുമായിട്ട് ഈ വണ്ടിയുടെ പ്രൈസ് പോയിന്റ് വെച്ച് ക്ലാഷ് ആവാനും പാടില്ല. അതാണ് വേറൊരു പ്രശ്നം. ഇപ്പോൾ മജസ്റ്റർ വെച്ച് പ്രൈസ് ക്ലാഷ് ആവുന്നുണ്ടെങ്കിൽ ഒരു ഡീസൽ ഇറക്കണമായിരുന്നു. അങ്ങനെയാണ് മിക്കവാറും പണി കിട്ടിയേനെ. പക്ഷേ ഇതിപ്പോൾ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയതുകൊണ്ട് നമുക്കൊരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ കമ്പൈൻഡ് ഔട്ട്പുട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, 156 PS പവർ ഒക്കെ ഉള്ളൂ. പക്ഷേ നമുക്ക് അതിൻ്റെ കൂടെ 26.7 kWh ബാറ്ററി പാക്ക് കിട്ടുന്നുണ്ട്. അത് ഇൻഡിവിജ്വലി 130 കിലോമീറ്റേഴ്സോളം ഒറ്റയ്ക്ക് ഓടാൻ മാത്രം കെൽപ്പുള്ളൊരു ബാറ്ററി പാക്കാണ്. ഇപ്പോൾ 26.7 kWh എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസുള്ളൊരു ബാറ്ററിയാണ്. നമ്മുടെ ടിയാഗോ EVയിലൊക്കെ ഏകദേശം 24-25 kWhനടുത്താണ് ബാറ്ററി പാക്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പം ഏകദേശം ആ ഒരു കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ് ഈ വലിയ വണ്ടിയിലിരിക്കുന്നത്. സോ നമ്മുടെ ബാറ്ററി ഇൻ കേസ് തീർന്നു പോവുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുന്നത്, വേറെ സോഴ്സായിട്ട് എഞ്ചിൻ ഉണ്ട് പവർ ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ വഴിയിൽ കിടക്കുക എന്നുള്ളൊരു പ്രശ്നം പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് വരുന്നതേ ഇല്ല. പിന്നെ ബാറ്ററിയുടെ അസിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മോട്ടറിൻ്റെ അസിസ്റ്റ് ഇല്ലാത്തപ്പോൾ പവർ കുറവായിരിക്കും എഞ്ചിനിൽ നിന്ന് മാത്രം കിട്ടുന്നത്. അത് ഡെഫിനറ്റ്ലി നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. കാരണം നമ്മൾ വണ്ടി ഇത് ചാർജ് ചെയ്യണം. ഇത് സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് അല്ല. PHEV എന്ന് പറഞ്ഞാൽ തന്നെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. അതായത് നമ്മൾ കുത്തി ഉപയോഗിക്കണം, ഇലക്ട്രിക് വാഹനം പോലെ തന്നെ. 20 to 80% എത്താൻ ഏകദേശം 30 മിനിറ്റ്സിനടുത്താണ് അവർ ക്ലെയിം ചെയ്യുന്നത്. എനിക്ക് അതിൻ്റെ കറക്റ്റ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എത്രയാണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ആ ഒരു ക്ലെയിം ടൈമിനുള്ളിൽ എത്താൻ പറ്റുമെങ്കിൽ അത് അത്യാവശ്യം സഫീഷ്യൻ്റ് ആണ്. കാരണം അത്രയൊക്കെ റേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് മറ്റേ റിയൽ വേൾഡ് റേഞ്ച് കിട്ടും, വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടും. കാരണം അത്യാവശ്യം മിക്ക സമയങ്ങളിൽ നമുക്ക് ബാറ്ററി അസിസ്റ്റ് ഉണ്ടാവും, മോട്ടറിൻ്റെ അസിസ്റ്റ് ഉണ്ടാവും. മോട്ടറിൻ്റെ അസിസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ പവറിൻ്റെ കാര്യത്തിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് ഒരു ഉപയോഗിച്ചിരിക്കുന്ന DST, അതായത് ഡെഡിക്കേറ്റഡ് ഹൈബ്രിഡ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 സ്പീഡ് ട്രാൻസ്മിഷനാണ്. പൊതുവേ ഹൈബ്രിഡ് വണ്ടികളെല്ലാവരും CVT ആണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. സോ മാക്സിമം നമ്മുടെ മറ്റേ എഫിഷ്യൻസി ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു ടാർഗറ്റിലാണ് ഈ പ്ലാറ്റ്ഫോം കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഗൈസ്, ഇത് മാത്രമല്ല JSWന് ഇനി വരാൻ പോകുന്ന പുതിയ വണ്ടി, ഒരു ചെറിയ വണ്ടിയും കൂടെ വരുന്നുണ്ട്. ഇതിപ്പോൾ 4.8 മീറ്റേഴ്സ് ഒക്കെ ലെങ്ത് ഉള്ള വലിയൊരു ജംബോ SUV ആണെങ്കിൽ ഇനി വരാൻ പോകുന്നത് വേറൊരു, അതായത് ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വണ്ടി 4.2 മീറ്റേഴ്സ് സൈസുള്ള വേറൊരു SUV ആണ്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. കാരണം അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് എല്ലാം പറയണമല്ലോ. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിയെപ്പറ്റി തോന്നുന്നത് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് ലോഞ്ച് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് 2026 തേർഡ് അല്ലെങ്കിൽ 4th ക്വാർട്ടർ ആണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് ഈ ഹോമോലോഗേഷൻ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത് കൊണ്ട് ഒരു പക്ഷേ ഡിലേ ആയേക്കാം എന്നും പറയുന്നുണ്ട്. നമുക്ക് കണ്ടറിയാം. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.